നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണമാണിത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ട്രെയിൻ ഒരു യൂ ടേൺ എടുക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ ട്രെയിനുകൾ തമ്മിലുള്ള മത്സരം നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുമോ? അങ്ങനെ ഒടുവിൽ ഇതാ നമ്മള് ഇവിടെ വാരണാസി എത്തി. ഇപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കന്യാകുമാരി വാരണാസി യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മളിതാ അപ്പം തമിഴ്നാടും ആന്ധ്രയൊക്കെ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത വരുന്നത് ഗോണ്ടിയ ജംഗ്ഷൻ ആണ്. ഇന്നലെ നമ്മൾ അവസാനിപ്പിക്കുമ്പം നമ്മള് വിജയവാഡയിൽ വെച്ച് അവസാനിപ്പിച്ചത്. പിന്നെ നേരെ കിടന്നുറങ്ങി. പിന്നെ എന്റേത് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി. അവിടെ തേർഡ് AC ആയിരുന്നു, ഇപ്പം അത് സെക്കൻഡ് AC മാറ്റിയിട്ടുണ്ട്. അവിടെ ഒഴിവുണ്ടായിരുന്നു, അപ്പൊ കുറച്ച് കംഫർട്ടായിട്ട്. കാരണം ഞാൻ ഉറക്കമൊന്നും തീരെ ശരിയായിരുന്നില്ല. കാരണം ഫുൾ RAC-കാരായിട്ട് മൊത്തം പ്രശ്നമായിരുന്നു. ഈ RAC ഒക്കെ റെയിൽവേ എടുത്തു മാറ്റേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ട് കുറച്ച് ലേറ്റായി എണീക്കാൻ. നമ്മളിപ്പോ ഗോണ്ടിയ ജംഗ്ഷനിലോട്ടാണ് ഇനി കയറാൻ പോകുന്നത്. ഇനി ഇന്ന് രാത്രി 10 മണി 10:30 നമ്മൾ വാരണാസി എത്തുന്ന സമയത്ത്. ഇന്നത്തെ മുഴുവൻ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മള് ഗോണ്ടിയ ജംഗ്ഷൻ, ജബൽപൂർ അങ്ങനെയാണ് പോവുക. പ്രയാഗ്രാജൊക്കെ എത്തി അവസാനം നമ്മൾ വാരണാസി എത്തും. എല്ലാ വ്യാഴാഴ്ചയാണ് ഈ ഒരു ട്രെയിന്, അതായത് കന്യാകുമാരിയിൽ നിന്ന് എടുത്ത് വാരണാസി ജംഗ്ഷൻ കഴിഞ്ഞ് ബനാറസിലാണ് ഇത് ലാസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ വാരണാസി ജംഗ്ഷൻ ഇറങ്ങും എല്ലാ വ്യാഴാഴ്ച. നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാൻ പറ്റിയ ബെസ്റ്റ് ഒരു ട്രെയിനാണ് കേട്ടോ. കേരളത്തിൽ ഒരു ട്രെയിൻ ഉണ്ട് പാട്നയിലോട്ട് പോകുന്നത്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനും കൂടിയാണിത്. എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. നേരെ വീഡിയോയിലോട്ട് പോവാം. എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലത്തെ 2 പഴമുണ്ട്, പിന്നെ കുറച്ച് മിക്സ്ചറും കാര്യങ്ങളൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ട്, അരിയുണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഭക്ഷണം. കാരണം ട്രെയിനിൽ നിന്ന് ഒന്നും വാങ്ങണ്ടെന്ന് വെച്ചിട്ട് ഈ പഴം ഞാൻ വാങ്ങിച്ചതാ. വിജയവാഡയിൽ ഇന്നലെ 6 എണ്ണം വാങ്ങിച്ചിരുന്നു. അപ്പൊ 2 എണ്ണം രാത്രി കഴിച്ചു, ബാക്കി 4 എണ്ണം. അപ്പം 2 എണ്ണം രാവിലെ കഴിക്കാന്ന് വെച്ചു. ട്രെയിനിൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ട്രെയിനിന്ന് കഴിക്കണ്ടെന്ന് വെച്ചിട്ടാ. കാരണം എന്തെങ്കിലും പണി കിട്ടിയാൽ പ്രശ്നമല്ല. അപ്പൊ നമുക്ക് പഴവും കയ്യിലുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മിക്സ്ചറും അരിയുണ്ടയും ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം മാത്രം വാങ്ങിക്കും. ചായ നേരത്തെ വന്നിരുന്നു, പിന്നെ വന്നില്ല. ഒരു ചായ വാങ്ങിക്കണം. ഇതൊക്കെ തന്നെ. പഴം കൊള്ളാം. ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ അവസരത്തിൽ നമുക്ക് റെയിൽവേയുടെ ഒരു ആപ്പ് ഉണ്ട്, ഫുഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാട്ടോ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പുറമെ ഇപ്പം കാഴ്ചകൾ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. അപ്പം വേറെ അങ്ങനെ കാണിക്കാനായിട്ട് ഒന്നും ഉണ്ട് തോന്നുന്നില്ല. ഞാനിപ്പം നിൽക്കുന്നത് ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റ് ആണ് ഇവിടെ. അതിന്റെ തൊട്ടിപ്പുറം ഞാൻ സെക്കൻഡ് AC മാറ്റിക്കൊണ്ട് ഇവിടെയാണുള്ളത്. ഞാൻ ഫസ്റ്റ് AC കാണിച്ചിരുന്നത്. സെക്കൻഡ് AC, തേർഡ് AC നമുക്ക് 3 ഇതില്ല വരുന്നത്. പിന്നെ വരുന്നത് എക്കണോമി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം ഉണ്ട്, AC എക്കണോമി. ഇതാണ് AC വരുന്നത്. പിന്നെ സ്ലീപ്പർ, പിന്നെ ജനറൽ. ഞാൻ കാണിച്ചു തരാം ഓരോന്ന് എന്താ വ്യത്യാസം എന്നൊക്കെ അന്നേരം പറഞ്ഞുതരാം. ഇപ്പൊ സമയം 8 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. പുറമേ ഇതുപോലെ ചെറിയ ചെറിയ റോഡുകള് ഇതുണ്ടോ താഴെ കൂടെ. അത് അടിപൊളിയാണല്ലോ. നമ്മളെ റോഡിനൊക്കെ അല്ലേ സാധാരണ ബ്രിഡ്ജായിട്ട് ഓവർ ക്രോസ് ചെയ്യാം. ഇത് വേറൊരു റെയിലിനെ ഈ റെയിൽ ഓവർ ക്രോസ് ചെയ്ത് പോകുന്നത്. നമ്മളെ കേരളത്തിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമോ? അടിപൊളി. നമ്മളല്ലേ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്.
എത്ര വലിയ വളവാലേ, നമ്മൾ കറക്റ്റ് 180 ഡിഗ്രി വളഞ്ഞു. 180 ഡിഗ്രി വളഞ്ഞു. അയ്യോ, ഇതാണ് ഫസ്റ്റ് AC കമ്പാർട്ട്മെന്റ് വരുന്നത്. ക്യാബിനും കൂപ്പിയും ഒക്കെ ആയിരിക്കും. ഇതിലൊക്കെ ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഇതുപോലെ ഓരോ ക്യാബിനും കൂപ്പിയും ഒക്കെ ആയിട്ട് ഉണ്ടാവുക. പാരലൽ റണ്ണിങ് കണ്ടുണ്ടോ? നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലോട്ടാണ് ആ ഒരു ഗുഡ്സ് ട്രെയിനും വരുന്നത്. അപ്പൊ നമ്മൾ സ്പീഡ് കുറവായതുകൊണ്ട് അത് നമ്മളെ ഓവർടേക്ക് ചെയ്യും. കണ്ടോ? നമ്മളെ നാട്ടിലൊക്കെ ഇത് കാണാൻ പറ്റുമോ? ദേ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. കണ്ടോ? ഒരേ ഡയറക്ഷനിലേക്ക് 2 ട്രാക്കിലൂടെ 2 ട്രെയിന്. അവിടെ ഒരു വീടിന്റെ ടെറസില് നമ്മുടെ ദേശീയ പതാക കണ്ടോ? നമ്മളങ്ങനെ ഇതാ ഗോണ്ടിയ ജംഗ്ഷനിലോട്ട് കയറാൻ പോവാ. ഗോണ്ടിയ ജംഗ്ഷൻ സ്റ്റേഷനാണ് കാണുന്നത്. അടുത്തത് പിന്നെ ബാൽഘട്ട് വരും. അങ്ങനെ പോവും. ചായ കിട്ടിയില്ല. ചായ വരും എന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. ചായ വന്നില്ല. നേരത്തെ ഒക്കെ 2-3 പ്രാവശ്യം വന്നിരുന്നു. അന്നേരമാണെങ്കിൽ ഞാൻ എണീറ്റ് പല്ലേച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ രാവിലത്തെ ക്ലൈമറ്റ് നല്ല സുഖമുണ്ട്. ചെറിയ തണുപ്പും ആ ഒരു വെയിലും. എനിക്ക് ഓർമ്മ വരുന്നു, നമ്മള് ശബരിമലയൊക്കെ പോകുന്ന സമയത്ത് രാവിലെ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ട്. നല്ല തണുപ്പിന്റെ അകത്ത് വെയിലും കൂടെ വരുമ്പം അതുപോലെ തോന്നുന്നു. നമ്മളിവിടെ ഗോണ്ടിയ ജംഗ്ഷനിലെത്തി. ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത ബാഗൽഘട്ട് അങ്ങനെ നമ്മള് പോകും. നല്ല രസമുള്ള ക്ലൈമറ്റ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. നമുക്ക് രസമുള്ളൊരു തണുപ്പും ആ ഒരു വെയിലും, അത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താവും എന്നറിയില്ല. അവിടെ ഏതാ ഹിന്ദിയിലും ഇവിടെ തമിഴിലും. ഈ ഒരു കോച്ച് 2024 മേടാട്ടോ. അങ്ങനെ മനസ്സിലാവുന്നതല്ലേ? ഈ കോച്ച് നമ്പറിന്റെ ആദ്യത്തെ 2 അക്കെന്ന് പറയുന്നത് അത് മെയ്ഡ് ചെയ്ത ഇയർ ആണ്. കണ്ടോ? 24. അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോക്കോമോട്ടീവ് കേട്ടോ. ഗുഡ്സിന്റെ ലോക്കോമോട്ടീവ് ആണ്. അതാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ റയറായിട്ട് അത് വരാറുള്ളൂ. ഇപ്പൊ കാണാറുണ്ട്, എന്നാലും ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടോ? പവർഫുൾ ലോക്കോ ആണ്. എന്താല്ലേ സാധനം. ഗുഡ്സിന്റെ ആണത്, വേഗാണ്.
നമുക്ക് ചായ കിട്ടി. ഇവിടുത്തെ ചായയുടെ ഗ്ലാസ് ഉണ്ടോ? കുഞ്ഞ് ഗ്ലാസ് ഇതിൻ്റെ അകത്താണ് കിട്ടുക. ഇത് റെയിൽവേയുടെ അല്ല, ഇത് പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുപോകുന്നതാ. മസാല ചായ. ഞാനേ പറഞ്ഞില്ല ഇവിടെ നല്ല തണുപ്പുണ്ട് എന്ന് കണ്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചൂടുന്ന ആവി പോകുന്നുണ്ടോ, നല്ല സ്പീഡിൽ നല്ല ശക്തമായിട്ട്. അത് ഈ പുറത്തെ തണുപ്പ് കാലാവസ്ഥ ഉണ്ട് കേട്ടോ അങ്ങനെ വരുന്നത്. പെട്ടെന്ന് ചായ തണുക്കുകയാണ് ഉണ്ടോ. നമ്മളിങ്ങനെ അടുത്ത സ്റ്റേഷനിലെത്തിയതാണ് പാൽഘട്ട് ജംഗ്ഷൻ. ഇവിടെ ഒരു ഇതാട്ടോ സ്റ്റേഷന്റെ പുറത്ത്. അവിടെ കണ്ടോ ഒരു പഴയ ലോക്കോമോട്ടീവ് സ്റ്റെപ്പ് ചെയ്ത് വെച്ചത്. അവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ. അതിനിതാ അവിടെ കിടക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷനാ. നമ്മൾ പോകുന്ന സ്പീഡ് കണ്ടോ? 108 പോകുന്നത്. 108. ഇപ്പൊ കുറച്ച് കുറയുന്നുണ്ട് തോന്നുന്നു. 109 വരെ പോയിരുന്നു നേരത്തെ. ഈ ഒരു റൂട്ടിലൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് 100ന്റെ മുകളിൽ തന്നെ ഇങ്ങനെ പിടിക്കും ഇവര്. ഇപ്പൊ അടുത്ത സ്റ്റേഷൻ വരുന്നത് നാനിപൂര് കഴിഞ്ഞാൽ പിന്നെ ജബൽപൂര്. അങ്ങനെയാണ് സ്റ്റേഷൻസ് വരുന്നത്. നല്ല പൊടി അടിക്കുന്നുണ്ട്. എന്റെ അടുത്ത് കണ്ണട എടുക്കാൻ വിട്ടുപോയതാ. എടുത്ത് വെച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത പോക്കാ നമ്മളെ 108, 109, 110 ആ ഒരു സ്പീഡ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് വെയിലാ. എന്താല്ലേ നല്ല സ്പീഡാ. മുഴുവൻ പാടങ്ങളാ അവിടെ മൊത്തം കണ്ടോ. ഇങ്ങനെ നോക്കത്താ ദൂരത്ത് പാടങ്ങളാ. നെല്ല്, ഗോതമ്പ്. അവിടെയൊക്കെ ഇതാ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കുറെ കെട്ടി വെച്ചിട്ടുണ്ട്. പുല്ലാന്ന് തോന്നുന്നു. ഫുൾ പാടങ്ങള്, അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന കുറെ സ്ഥലം, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെ തന്നെയാ ഫുള്ള് കാണാനുള്ളത്. ഇവിടെ കണ്ടോ, അത് സ്പീഡ് ലിമിറ്റ് ആണ്. അവിടെ 80 ആണ്. അപ്പൊ അതുകൊണ്ടാണ് സ്പീഡ് കുറച്ചത്. ചില സ്ഥലങ്ങളിൽ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ നല്ലൊരു കർവാ. നല്ലൊരു കർവാ. നേരെ കർവ് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തോട്ട് കർവ്. 9:30 നമ്മളൊരു 10:00 ആകുമ്പോഴത്തേക്ക് നാനിപൂർ എത്തും. ഇനിയിപ്പോ അവിടെ എത്തുമ്പം പുറത്തോട്ട് വരാം. എല്ലാരും കിടത്തൊക്കെ തന്നെയാ. നമ്മളത് വരുന്നതാ അവിടെയാണ്. നമ്മളിപ്പോ അടുത്ത സ്റ്റേഷനിലെത്തി, നൈൻപൂർ ജംഗ്ഷൻ. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാട്ടോ വണ്ടി ഇവിടെ എത്തിയത്. അവിടെ ഒരു ലോക്കോമോട്ടീവ് കിടക്കുന്നുണ്ടോ, ഒരു പഴയ ലോക്കോമോട്ടീവ് 4 ആണത്. ഞാൻ കാണിച്ചു തരാം. ആ ട്രെയിൻ ഇപ്പം ഇങ്ങോട്ട് വരും.
ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് ജബൽപൂരാണ്. നമ്മൾ ട്രെയിൻ എടുത്തു. ജബൽപൂര് നമ്മളെത്തും ഉച്ചയാവും. ഇപ്പോൾ 10:45 1 മണി കഴിയും. ട്രെയിൻ ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് അവിടെ എത്തിയത്. ഞാൻ ആ ട്രെയിൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഉണ്ട്. അത് ഗോണ്ടിയെന്ന് ജബൽപൂർ നൈൻപൂർ പോകുന്ന വണ്ടിയാ. അപ്പൊ ഗോണ്ടിയ വരെ പോകും. നമ്മളെ കഴിഞ്ഞ സ്റ്റേഷനില്ലേ അവിടെ ജബൽപൂരിൽ നിന്ന് ഗോണ്ടിയ വരെ പോകുന്ന ഒരു ട്രെയിനാണ്. അത് എടുത്തിട്ട് പിന്നെ നിർത്തി. ആരോ ചങ്ങല വലിച്ചു തോന്നുന്നു. അവിടെയായിട്ട് ഒരു ചെയർക്കാർ കണ്ടോ, നമ്മുടെ ജനശതാബ്ദിയുടെ പോലത്തെ. ഇത് റെയിൽവേയുടെ ആക്സിഡന്റ് റിലീഫ് വാൻ ആട്ടോ. അത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറുള്ളതാ. നൈൻപൂർ ജംഗ്ഷൻ. സമയം 10:45. ഇനിയിപ്പോ 11:45, 12:45, 1 മണി. അപ്പം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പുള്ളൂ. അത്രയും ദൂരം നോൺ സ്റ്റോപ്പാണ് വണ്ടി. നല്ലൊരു വളവാ. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ വളഞ്ഞു പോകുന്ന കാണാൻ. ഇവിടെയൊക്കെ ഇങ്ങനെ കൃഷി നടക്കുന്ന സ്ഥലങ്ങളാ. കൃഷിപ്പാടങ്ങള്, തരിശ് ഭൂമികള് തന്നെയാണ് മുഴുവൻ. ഇവിടെ ജബൽപൂർ എത്തിയിട്ടില്ല. അതിന്റെ തൊട്ട് മുന്നേ മദൻ മഹൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത്. ഇവിടെ ശരിക്കും സ്റ്റോപ്പില്ല, പക്ഷെ ഇവിടെ ഒരു 5 മിനിറ്റായി നിർത്തിയിട്ടിട്ട്. ട്രെയിൻ എടുത്തു. സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ വണ്ടി നിർത്തിയതാ. ഇവിടെ തൊട്ടപ്പുറത്തൊരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അതേ നോക്കട്ടെ. അത് ഉത്ന ജംഗ്ഷന് ധൻബാദിലോട്ട് പോകുന്നൊരു ട്രെയിനാ. ആ ട്രെയിന് ഇവിടെ പിടിച്ചിട്ടിട്ട് നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോവാ കേട്ടോ. അതിന്റെ ലോക്കോമോട്ടീവ് കണ്ടോ? അത് ശരിക്കും വേഗമാണ്. ഗുഡ്സിന്റെ ലോക്കോമോട്ടീവാ. അതാണ് അതിന് വെച്ചു കൊടുത്തത്. ഇവിടെയൊക്കെ ഉള്ള ഈ ഒരു പൂക്കൾ കണ്ടോ? ഇത് ഇവിടെ റെയിലിന്റെ സൈഡിൽ അങ്ങോളം ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞു കുഞ്ഞു പൂക്കള് നിറച്ചുണ്ട്. അങ്ങോളം ഇത് അവിടെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന ജബൽപൂർ മധ്യപ്രദേശ് ആട്ടോ. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാ.
നേരത്തെ നമ്മൾ കഴിഞ്ഞ നൈൻപൂർ അതും മധ്യപ്രദേശ്. അപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്, ആന്ധ്ര, അവിടെ നിന്ന് പിന്നെ മഹാരാഷ്ട്ര കയറി, മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശ്, എന്നിട്ട് ഉത്തർപ്രദേശ്. ഇത്രയും സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാട്ടോ പോകുന്നത്. ജബൽപൂർ നമുക്ക് ദൂരെ കാണാം, ജബൽപൂർ സ്റ്റേഷൻ അവിടെ കണ്ടോ. ഇവിടെയൊക്കെ ഉണ്ടാ പൂക്കള്. അവിടെ എവിടെയുള്ള റോഡുകളൊക്കെ കാണാം നമുക്ക്, കുറെ ബിൽഡിങ്ങുകൾ. ഇവിടെയൊക്കെ നമ്മുടെ വടാപ്പാവ് വിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നേരത്തെ അവിടെ നിന്നൊക്കെ വന്നിട്ട് അവര് ട്രെയിനിലോട്ട് നേരത്തെ അവിടെ സ്ലോ ആയപ്പോഴേ വന്ന് കയറുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വടാപ്പാവ് പോലെയുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്നവരാ, പലതരം കച്ചവടക്കാര്. ആ ഒരു ലോക്കോമോട്ടീവ് കണ്ടോ, വാപ് 7, അത് പരസ്യം. ജബൽപൂർ, ഏക്താ നഗർ. ഏകതാ നഗർ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇല്ലേ, സർദാർ വല്ലഭായ് പട്ടേൽ, ആ സ്റ്റേഷനാണ് കേട്ടോ. അത് അങ്ങോട്ട് പോകുന്ന ട്രെയിനാ കണ്ടോ. ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട്. നമ്മുടെ പഴയ നീല ഇത് കണ്ടോ, ഇത് പാഴ്സൽ വണ്ടിയാ ഫുൾ. കണ്ടോ, നമ്മുടെ ബൈക്ക്, കാറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന. നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. ഒരു ഗുഡ്സിന്റെ ലോക്കോമോട്ടീവ് വരുന്നുണ്ട്, പക്ഷെ ഗുഡ്സ് ആയിരിക്കില്ല. ഇവിടെയൊക്കെ ഗുഡ്സിന്റെ ലോക്കോമോട്ടീവ് വെച്ചിട്ട് ട്രെയിൻ ഓടുന്നുണ്ട്. അപ്പൊ ഇതാണ് ജബൽപൂർ സ്റ്റേഷൻ. അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് അതിന്റെ എൻട്രൻസ് ഒക്കെ വരുന്നത്. നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്. മധ്യപ്രദേശിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനായത്. ഇപ്പൊ ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാ. അപ്പോ ഉച്ചക്കത്തെ മാത്രം എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പം ഒന്നും കഴിക്കാണ്ട് പഴം മാത്രം രാവിലെ കഴിച്ചത്. അപ്പോൾ എങ്ങനെയാ ഓർഡർ ചെയ്തതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇതിലൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് പുറത്ത് ഏതെങ്കിലും നല്ല ഹോട്ടലുകൾ ആൾക്കാർ റേറ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ട് ഫുഡ് ഓൺ ട്രാക്ക് എന്നൊരു ആപ്ലിക്കേഷൻ. IRCTCയുടെ തന്നെയാണ്. അത് എടുക്കുക, അതിൽ നമ്മളെ PNR നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തുകൊണ്ട് ഇതിൽ കിടക്കും. അപ്പം ഇനി വരുന്ന സ്റ്റേഷൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പം ഞാനിപ്പം പ്രയാഗ്രാജ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് കാണിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അതെടുക്കുക. അപ്പോൾ അതിൽ ഫുഡ് കാണിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് ആഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇതിൽ നമുക്ക് റേറ്റിംഗ് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ 77 പേര് റേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ചെയ്താൽ 166. അത്യാവശ്യം നല്ലോണം ആൾക്കാർ റേറ്റ് ചെയ്തിട്ട് നല്ല റേറ്റിംഗുകൾ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ടൈം ഉണ്ട്. ഇപ്പം ഈ സ്റ്റേഷൻ കഴിഞ്ഞു, ഇനിയിപ്പം അടുത്തത് കട്നി എന്ന് പറയുന്ന സ്റ്റേഷൻ, സത്ന. നമുക്കിങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഫുഡ് അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫുഡ് വരുന്നത്. ജീരക റൈസ്, പിന്നെ സലാഡ്, എന്തൊക്കെയോ കറികളാണ്. ഇത് പായസമാണെന്ന് മനസ്സിലായി. ഇത് സ്വീറ്റായിട്ട് ഗുലാബ് ജാമുനുണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഇവിടെ ഡുണ്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ട്രെയിന് കുറച്ചു നേരം നിർത്തിയിട്ടേനു. അപ്പോൾ അത് അവിടെ നിർത്തും. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. മീൻകറിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള മീൻകറിയും 3 നല്ല വലിയ പീസുള്ള നല്ല ടേസ്റ്റുള്ള മീൻകറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ട്രെയിനിൽ നിന്ന്
നമ്മളങ്ങനെ ഓർഡർ ചെയ്തൊരു ഫുഡ് വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റ് വന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഫുഡ് ഓൺ ട്രാക്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർഡർ ചെയ്താൽ ഇതുപോലെയുള്ള നല്ല ഫുഡ് നമുക്ക് കിട്ടും. ഇത് മുംബൈ ഛത്രപതി ശിവജി ടെർമിനസിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ്. എവിടെ നിന്നാണെന്ന് അറിയില്ല. റീവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മുംബൈക്ക് പോകുന്ന റീവാന്നാ തോന്നുന്നു. REWA റീവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മുംബൈക്ക് പോകുന്ന ഒരു ട്രെയിനാ. അല്ലട്ടോ, ഇത് അവിടുന്ന് വരുന്നതാ. നമ്മൾ ഇതിന് ഓവർടേക്ക് ചെയ്ത് പോവാ. ഓക്കെ. ആ, ഈ ട്രെയിൻ മുംബൈയിൽ നിന്ന് വരുന്നതാ. മുംബൈയിൽ നിന്ന് റീവ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നു. ഇതിന്റെ ലോക്കോമോട്ടീവ് കണ്ടോ? ഇതൊക്കെ ഗുഡ്സിന്റെ ലോക്കോമോട്ടീവാ ശരിക്ക്. അവിടെ ഒരു ട്രാക്ടർ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ കൃഷിസ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഇങ്ങനെ. പിന്നെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളും. അവരൊക്കെ സ്കൂള് കഴിഞ്ഞ് പോവുക. കുറച്ച് പിള്ളേരെ, അവരൊക്കെ വീട് എവിടെയാണോ, ഇവിടെ ഒന്നൊരു വീടിന്റെ ഒരു അതിലേ റോഡ് പോകുന്നുണ്ട്. അതാ ഒരു വൈറ്റ് ഇട്ടൊരു കുട്ടി പോകുന്നുണ്ടോ? ട്രെയിൻ അവിടെയൊക്കെ കൃഷിസ്ഥലങ്ങളാ. ഡോറടഞ്ഞു പോയി. ഒക്കെ നമ്മൾ പോകുന്ന മധ്യപ്രദേശ് കൂടിയാണ് കേട്ടോ. ഇതൊക്കെ മധ്യപ്രദേശാ. ഇവിടെയൊക്കെ വീടുകളുണ്ട് കണ്ടോ? ഇതൊക്കെ വീടുകളാ. ആ റോഡ് ഇങ്ങോട്ടായിരിക്കണം. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഇവിടെ വീടുകൾ കാണുന്നുള്ളൂ. അവിടെ കുറെ, ഇവിടെ എങ്ങനെയാ വീടുകളിലടുത്ത് കുറച്ച് വീടുകൾ ഉണ്ടാവും. പിന്നെ കുറെ ഒരു വീടും ഇല്ലാത്ത സ്ഥലങ്ങൾ. ഇനിയിപ്പം നമ്മള് ഉത്തർപ്രദേശിലോട്ട് കയറും. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഈ ട്രെയിനിന്റെ ലോക്ക് ഇതെങ്ങനെയാ ലോക്ക് ചെയ്യേണ്ടത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് ആർക്കും അറിയില്ലെങ്കിൽ ഇത് മുകളിലോട്ട് പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യും. ഇതാണ് ഇതിന്റെ ലോക്ക്. ഇപ്പൊ പിന്നെ തുറക്കാൻ പറ്റില്ല. ഇത് പിന്നെ എടുക്കണമെങ്കിലും ഇത് മുകളിലോട്ടാക്കി പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. ഇതാണ് അതിന്റെ ലോക്ക് സിസ്റ്റം. എന്നിട്ട് അയ്യോ പൊടി വാറുന്നുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിലോട്ട് കയറിയിട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ ഇതാ എത്താൻ പോവാണ്. മാണിക്പൂർ എന്ന് പറഞ്ഞിട്ട്, മാണിക്പൂർ ജംഗ്ഷൻ. അത് ഉത്തർപ്രദേശിലാണ് വരുന്നത്. ഇപ്പൊ സമയം 5:30. പുറത്തത് കണ്ടാൽ നിങ്ങൾ പറയുമോ? ഇവിടെയൊക്കെ പെട്ടെന്ന് രാത്രിയാവും. കാരണം ബീച്ചൊക്കെ കുറേ ദൂരെയായിട്ടല്ലേ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് പുറമെയുള്ള കാഴ്ച കാണിച്ചു തരാം. 5:30 ഒരു അവസ്ഥയാണ്. നമ്മളെ നാട്ടിലൊക്കെ വിശ്വസിക്കാൻ പറ്റും 5:30 എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിർത്തിയിട്ടോ, എന്താണെന്നറിയില്ല. 5:30 ഒരു കാഴ്ച ഉണ്ടോ? നമ്മളെ നാട്ടിലൊക്കെ ഒരു 6:45 ആയ ഫീലാ. അത്ര ഇരുടാ. സിഗ്നൽ കിട്ടി. ഇപ്പം എടുക്കും. ഇവിടെ നിന്ന് തന്നെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളൂ ആ സ്റ്റേഷനിലോട്ട്. അതുകൊണ്ട് അവിടെ സ്റ്റേഷൻ ബിസിയോ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ മാണിക്പൂർ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടുന്ന് തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര, മധ്യപ്രദേശും കഴിഞ്ഞ് ഉത്തർപ്രദേശിലോട്ട് കയറി. समोसे वाले ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് പ്രയാഗ്രാജാ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. നമ്മളെ ഇപ്പോഴാ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. ഇതാണ്
ലാസ്റ്റ് സ്റ്റേഷൻ. ഇനിയിപ്പം മീൻസ് നമ്മൾ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേഷൻ. ഇനി അടുത്തത് വാരണാസി ജംഗ്ഷനാ. ഇവിടെ ഏകദേശം ഈ ട്രെയിനിലുള്ള ഒരു പകുതി ആളോളം ഇവിടെ ഇറങ്ങി. തിരക്കൊക്കെ ഇവിടുന്ന് കുറഞ്ഞു. ഇനിയിപ്പോൾ തിരക്കൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് ഒരു കാപ്പി വാങ്ങിച്ചു കുടിക്കുക. നമ്മുടെ കാപ്പി പോലല്ലോ കേട്ടോ, ഇപ്പോൾ മസാല കോഫി എന്നൊക്കെ പറയില്ല. ഈ ഒരു മസാല ചായ കുടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മസാല കോഫി കുടിക്കുന്നത്. നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ഇപ്പം വാരണാസി എത്തും. അവിടെ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 2700 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ 50 മണിക്കൂർ ടൈം എടുത്തിട്ട് വാരണാസിയിലോട്ട് എത്തുകയാണ്. 50 മണിക്കൂറിൻ്റെ മുകളിലെടുത്തു. വലിയൊരു യാത്രയായിരുന്നു. ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ ട്രെയിൻ യാത്രയായിരിക്കും ഇത്. കാരണം 2 ദിവസത്തിൻ്റെ മുകളിൽ ടൈം എടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് എത്തുന്നത്. ആദ്യത്തെ ദിവസം തേർഡ് എ സിയിലായിരുന്നു, രണ്ടാമത്തെ ദിവസം സെക്കൻഡ് എ സിയിലാണ്. 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളിപ്പോൾ കാണുന്ന രണ്ടാമത്തെ പാർട്ടായിരിക്കും. ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് ചെയ്തത്. എന്തായാലും നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വാരണാസി എത്തും. അവിടെ എത്തിയിട്ട് നമുക്ക് എന്തായാലും വാരണാസി സ്റ്റേഷനും അതിൻ്റെ പുറമേത്തെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളത് അങ്ങനെ വാരണാസിയിലോട്ട് കടക്കാൻ പോവാണ്. ഗംഗാ നദി കാണിച്ചു തരാം. ഗംഗാ നദിയുടെ പാലാണിത്. ഇപ്പൊ എത്തും. ഇത് കാണുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്റെ പൊന്നേ, ഗംഗാ നദിയാട്ടോ. നമ്മള് കാശി എന്ന് പറയുന്ന സ്റ്റേഷനെത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വാരണാസി ജംഗ്ഷൻ വരുന്നത്. നല്ല തണുപ്പുണ്ട് പുറത്ത്, തണുത്ത കാറ്റാ അടിക്കുന്നത്. ഗംഗാ നദിയാണ് കേട്ടോ കാണുന്ന താഴെ. ഈ ട്രെയിന് എന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിലേക്കും ആഗ്രഹത്തിലേക്കും ഒക്കെയാ. ഇതാണ് കാശി റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെ സ്റ്റോപ്പില്ല. നമ്മള് വാരണാസി ജംഗ്ഷൻ ഇവിടെ ഇറങ്ങാൻ പോവാ. ഭയങ്കര സന്തോഷം. ഇറങ്ങട്ടെ. നമ്മളെ ട്രെയിൻ ഇത് അവിടെ കിടക്കുന്ന. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസം 6-ാം തീയതി വരെ പ്രോഗ്രാമൊക്കെ നടന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ വന്ന ട്രെയിൻ ഇതാ അവിടെ കിടക്കുന്നുണ്ട്. കന്യാകുമാരി ബനാറസ്. ഭയങ്കര സന്തോഷം. അയ്യോ എനിക്ക് വയ്യ. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മളെ റൂമിലോട്ട്. പിന്നെ നമ്മളെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി സ്റ്റേഷന്റെ നേരെ മുന്നിലുള്ളത്. എന്ത് ഭംഗിയല്ലേ.
വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ വാരണാസി എത്തി. രണ്ട് ദിവസം കൂടുതലെടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ നമുക്കിനി വാരണാസിയിലെ കുറേ കാഴ്ചകളുടെ വീഡിയോസ് എനിക്ക് കാണാനുണ്ട്. അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. 5 ദിവസം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.